അപ്പോൾ നമ്മൾ API കണക്ട് ചെയ്യുന്നൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു നമ്മളെ ഹലോ വേൾഡ് പ്രൊജക്റ്റിനാണ് റണ്ണയാണ് 10 PM റൺ ടൈം കൊടുക്കുകയാണ്. റൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ API കണക്ട് ചെയ്തിരുന്നു നമ്പേഴ്സ് API ആണ്. പക്ഷെ അവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഡാറ്റ മാത്രമേ ഉള്ളൂ. നമുക്ക് ഡാറ്റ അങ്ങനല്ല, ചിലപ്പോൾ മിക്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരാം. അപ്പം ഈ ഒരു ഡാറ്റയ്ക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. പുതിയൊരു API പരിചയപ്പെടാം. നിങ്ങൾ ഗൂഗിൾ തുറക്കാം. ഗൂഗിളിൽ JSON പ്ലേസ് ഹോൾഡറിന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന റിസൾട്ടിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലിങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ പോസ്റ്റ് എന്ന് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബേസിക്കലി ഇതൊരു API ആണ്. ഈ APIയിൽ നമുക്ക് ഡാറ്റ കാണാം. ഇവിടെ ഞാൻ വേണമെങ്കിൽ റോ ആയിട്ട് കാണിച്ചു എന്താ വരുന്നതെന്നുള്ളത്. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കി നമുക്ക് കാണാം ഇതൊരു അറയാണ്. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അറയല്ലേ, ആ അറയിനകത്ത് ഓരോ ഒബ്ജക്റ്റുകളാണ് അല്ലേ. ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ഉണ്ട്, കീ വാല്യൂ പെയർ ആയിട്ട് വരുന്ന സാധനം. ബേസിക്കലി ഇതൊരു പോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഓരോ പോസ്റ്റിന് ഒരു യൂസർ ID ഉണ്ട്, ഒരു ID ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ബോഡി ഉണ്ട്. അങ്ങനെ കുറേ പോസ്റ്റുകൾ ഇതിനകത്തുള്ള കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ JSON എന്ന് വിളിക്കുക, അഥവാ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്ന് വിളിക്കുക. നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റിനെ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള നമ്മളൊരു വ്യത്യാസം എന്താ വെച്ചാൽ നമ്മുടെ കീക്ക് സ്ട്രിങ് ആയിരിക്കണം. പക്ഷെ ആ കോഡ്സിനകത്തിട്ട് കൂടി സംഭവിക്കണം ഇവിടെ ഒബ്ജക്റ്റിന്റെ കീ എന്ന് പറയുന്നത്. വാല്യൂ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ കൊടുക്കുന്ന നമ്പർ കൊടുക്കാം, സ്ട്രിങ് കൊടുക്കാം, വേറെ ഒബ്ജക്റ്റ് ഒക്കെ കൊടുക്കാം കേട്ടോ. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഒബ്ജക്റ്റിന് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡാറ്റ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡാറ്റനെ APIs ഇങ്ങോട്ട് തരുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് JSON എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്ന് വിളിക്കും. ഇത് മാത്രമൊന്നുമല്ല, വേറെ XML ഒക്കെ ഉണ്ട് കേട്ടോ. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ നമുക്ക് കാണാം ഒരു അറേനകത്ത് ഓരോ ഒബ്ജക്റ്റുകളായിട്ടാണുള്ളത്. പിന്നെ ഇവിടെ ഒബ്ജക്റ്റിന് കീ കൊടുക്കുമ്പോൾ അത് സ്ട്രിങ് ആയിരിക്കണം എന്ന് മാത്രം. അതാണ് ഏക കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡാറ്റനെ നമുക്ക് എങ്ങനെ നമ്മുടെ റിയാക്ടിന്റെ പ്രൊജക്റ്റിലേക്ക് നമുക്ക് എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ APIന്റെ ലിങ്ക് കോപ്പിയാണ്. അപ്പോൾ ഈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, API കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഫംഗ്ഷൻ അല്ല വേണ്ട കോൺസ്റ്റ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കോൺസ്റ്റ് ലോഡ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഇതാണ്. ഓക്കെ, ഒരു ആരോ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു APIയിലേക്ക് കോൾ കൊടുക്കണമെങ്കിൽ ഫെച്ച് വിളിക്കണം. ഫെച്ചിനകത്ത് നമുക്ക് APIന്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഒരു സാധനം നമ്മൾ പറഞ്ഞു ഒരു പ്രോമിസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളിങ്ങനെ നേരെ ഞാൻ റെസ്പോൺസ് എന്നുള്ളതിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടൂല. ഇതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. വെയിറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ അസിങ്ക് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ സാധാരണ അടുത്ത കേസിൽ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞൊരു വേരിയബിൾക്ക് res.text ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. res.json എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ JSON കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതൊരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ JSON ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ജാവാസ്ക്രിപ്റ്റിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ ഇപ്പം ഈ ഒരു സാധനം ജസ്റ്റ് ഒരു സ്ട്രിങ് ആണ്. ഇത് നമ്മൾ കോഡ്സിനകത്ത് കാണുന്നുണ്ടെങ്കിൽ കൂടെ ഇതൊരു സ്ട്രിങ് ആണ്. ഇത് നമുക്ക് സ്ട്രിങ് ആയിട്ട് കിട്ടിയൊരു കാര്യമില്ല. നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടി, അല്ലെങ്കിൽ ഒരു അറേ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കോഡിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ജസ്റ്റ് ടെക്സ്റ്റ് ആണ് കൊടുത്തതെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റും പ്രോമിസ് ആണ്, അതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഞാൻ ലോഗ് ചെയ്യാണ്, ജസ്റ്റ് ഡാറ്റ എന്താണെന്നുള്ള ലോഗ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ബട്ടൺ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഞാൻ ബട്ടൺ കൊടുത്തിട്ട് ലോഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വർക്ക് ആവണമെങ്കിൽ ഓൺ ക്ലിക്കിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ലോഡ് പോസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കാം. ഓക്കെ, ഇനി ഞാൻ ഇത് തുറക്കുകയാണ്. ഇത് തുറന്നപ്പോൾ ലോഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഞാൻ ഇവിടെ സൈഡിൽ കൺസോൾ തുറന്നു വരാം. ഓക്കെ, ഞാൻ ഈ ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിക്കോ, അപ്പോൾ നമ്മുടെ ഡാറ്റ ബാക്കെൻഡിൽ നിന്ന് ഇങ്ങോട്ട്, അഥവാ API ഇങ്ങോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു ജസ്റ്റ് സ്ട്രിങ് ആണ്. സ്ട്രിങ് ആയി കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് JSON ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് .ടെക്സ്റ്റിന് പകരം .json കൊടുക്കാം. അപ്പം കാണുന്ന വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കോട്ടോ. ഞാൻ ഒന്നുകൂടെ ലോഡ് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് താഴത്ത് വെച്ചിട്ട് ഒന്നുകൂടെ ലോഡ് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ കണ്ടോ, ഇതൊരു അറേ ആയിട്ട്, ആക്ച്വൽ അറേ ആയിട്ടുണ്ടോ. അപ്പം എന്ത് ചെയ്യുക, ഈ അറേനെ ഉപയോഗിച്ചിട്ട് നമുക്കാണെങ്കിൽ മാപ്പ് ചെയ്തിട്ട് ഇതിനെ പോസ്റ്റുകളാക്കി മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. എങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇവിടെ ഈ ഡാറ്റനെ ലോഗ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ ഒരു സ്റ്റേറ്റ് വേരിയബിളിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കോൺസ്റ്റ് ഡാറ്റ സെറ്റ് ഡാറ്റ. ഓക്കെ, എന്നിട്ട് യൂസ് സ്റ്റേറ്റ് ഡീഫോൾട്ട് ആയിട്ട് ഒരു empty അറേ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഡാറ്റ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റനെ മാപ്പ് ചെയ്യാം. ഡാറ്റ ഡോട്ട് മാപ്പ്. എന്നിട്ട് ഞാനിപ്പോൾ തൽക്കാലം ഡാറ്റയിലുള്ള എലമെന്റിനെ ഞാൻ പോസ്റ്റ് എന്ന് വിളിക്കുകയാണ്. ഓരോ പോസ്റ്റിനും കറസ്പോണ്ട് ആയിട്ട് അതിന്റെ ഹെഡിങ് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു H1-നകത്ത് എന്ത് ചെയ്യാം, ഒരു H1-നകത്ത് അതിന്റെ ഹെഡിങ്. അപ്പം പോസ്റ്റിന്റെ ഹെഡിങ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഡോട്ട് ടൈറ്റിൽ മാത്രം കാണിക്കുകയാണ്, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ നമുക്ക് ഈ ഡാറ്റ ലോഡ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യണം, ഈ സെറ്റ് ഡാറ്റ ആയിട്ട് സെറ്റ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം,
സെറ്റ് ഡാറ്റയിൽ ഈ ഡാറ്റ കൊടുക്കാം. ഓക്കെ, ഈ ഡാറ്റ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതിയാണ്, പുറത്തുള്ള ഡാറ്റ വേറെതാണ്, ഈ ഡാറ്റ വേറെയാണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ ലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ എല്ലാ പോസ്റ്റുകളും വന്നിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു എറർ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ മൈൻഡ് ആക്കണം കേട്ടോ. ബേസിക്കലി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ API പോയിട്ട് ഒരു ഡാറ്റ എടുത്ത് നമ്മളെ പേജിൽ കാണിച്ചു. ഇവിടെ നമ്മൾ ഈ ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഫംഗ്ഷൻ വർക്ക് ആവുന്നത്. നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ യൂസ് എഫക്റ്റ് പറഞ്ഞിരുന്നല്ലോ, യൂസ് എഫക്റ്റിന് ഒരു ഉപയോഗം കൂടെ ഉണ്ട്. ഞാൻ പറയുന്നു, നമ്മൾ യൂസ് എഫക്റ്റ് നമ്മൾ നേരെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ യൂസ് എഫക്റ്റിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ആരോ ഫംഗ്ഷൻ കൊടുക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ആയിട്ട് ഒരു ഡിപ്പെൻഡൻസി അറേ എടുക്കും. അപ്പോൾ അതൊന്നും കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ഒരു പ്രാവശ്യം വെച്ചാൽ പേജ് റെൻഡർ ആയി വരുമ്പോൾ ഈ ഒരു കോഡ് വർക്കാവും. ഈ ഒരു കോഡിൽ നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ലോഡ് പോസ്റ്റ് നേരത്തെ തന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ വിളിക്കാം. അപ്പോൾ ബേസിക്കലി പേജ് ലോഡ് ആകുമ്പോൾ ഇനി ഓട്ടോമാറ്റിക്കലി ഈ പോസ്റ്റുകൾ ലോഡ് ആയിക്കോളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ബട്ടണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഉണ്ടാവും റീഫ്രഷ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോഡായി വരുന്നുണ്ട്. അപ്പം ഇവിടെ ഞാൻ റീഫ്രഷ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മാപ്പ് ചെയ്തൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ഡീഫോൾട്ടായിട്ട് അതിനൊരു കീ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കീ ആയിട്ട് എന്ത് ചെയ്യാണ്, പോസ്റ്റിനൊരു ID ഉണ്ടല്ലോ, പോസ്റ്റ് ഡോട്ട് ID, അത് വാസനയാണ്. ഓക്കെ, അത് നമ്മൾ HTML DOM എലമെന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യം വരും. ഇപ്പോൾ തൽക്കാലം വലിയ കുഴപ്പമൊന്നുമില്ല, അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് തൽക്കാലം എടുക്കട്ടെ, നമുക്ക് ഇവിടെ ഒരു പോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു നമുക്ക് എന്ത് ചെയ്യാം, കമ്പണന്റ് ഉണ്ടാക്കാം. ഞാനിവിടെ തൽക്കാലം ഇവിടെ തന്നെ എഴുതാണ് കേട്ടോ. ഇപ്പോൾ ഫംഗ്ഷൻ പോസ്റ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് പോസ്റ്റിന് എന്താ ഉള്ളത്, ടൈറ്റിൽ ഉണ്ട്, പിന്നെ കണ്ടന്റ് ഉണ്ട്. അപ്പം ഇനീഷ്യലി ഇപ്പോൾ 2 സാധനങ്ങൾ മാത്രം നമുക്ക് വേണ്ടു. ടൈറ്റിൽ കണ്ടന്റ് അല്ല, ബോഡി എന്നാണ്. അപ്പം ബോഡി തന്നെ കൊടുക്കാം കേട്ടോ. ബോഡി ഉണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം ഒരു ഡിവിനകത്തായിട്ട്. ഓക്കെ, എന്നിട്ട് ആ ഡിവിൽ H1 നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ഇനി താഴെ ഒരു വര കൊടുക്കാം, HR കൊടുക്കാം. എന്നിട്ട് ഒരു പാരഗ്രാഫിനകത്താക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോഡിയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരു കമ്പണന്റ് ഉണ്ടാക്കണം. അപ്പോൾ കമ്പണന്റ് നമ്മൾ സാധാരണ ഇങ്ങോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, SRCനകത്ത് കമ്പോണൻസ് ഉള്ള ഫോൾഡർ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ കമ്പോണൻസ് അതിനകത്ത് ഞാൻ പോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പോസ്റ്റ് ഡോട്ട് JSX കൊടുത്തിട്ട് അതിനകത്ത് കൊണ്ടുപോയിടാം. അപ്പോൾ ഇത് എക്സ്പോർട്ട് ഡിഫോൾട്ട് ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കുക, എക്സ്പോർട്ട് ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ app.jsx എങ്ങനെ നേരെ ഉപയോഗിക്കാം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ മാപ്പിനെ ഉപയോഗിക്കാം. ഇപ്പം ഡാറ്റ എന്നുള്ള പേര് നമുക്ക് മാറ്റിയിട്ട് പോസ്റ്റസ് എന്നാക്കാം കേട്ടോ. കുറച്ചും കൂടെ പോസ്റ്റസ്, സെറ്റ് പോസ്റ്റസ്. ഓക്കെ, എന്നിട്ട് സെറ്റ് പോസ്റ്റസ് നടക്കാം, കുറച്ചും കൂടെ ഒരു മീനിങ് ഫുൾ ആയിട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോസ്റ്റുകളെ മാപ്പ് ചെയ്യാം, ഡോട്ട് മാപ്പ്. എന്നിട്ട് ഓരോ പോസ്റ്റിനെയും ഇൻപുട്ടായിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസ്റ്റിന്റെ കമ്പണന്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച കമ്പണന്റ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കണം. എന്തൊക്കെ കൊടുക്കേണ്ടത്, ടൈറ്റിൽ, പോസ്റ്റിന്റെ ടൈറ്റിലാണ്, പോസ്റ്റ് ഡോട്ട് ടൈറ്റിൽ. പിന്നെ ബോഡി എന്ന് പറയുന്നത് പോസ്റ്റിന്റെ ബോഡി തന്നെ, പോസ്റ്റ് ഡോട്ട് ബോഡി. ഓക്കെ, അങ്ങനെ ആയി. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് കണ്ടോ, ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മളെ ബാക്ക് എൻഡ് നിന്ന് അഥവാ API നിന്ന് കിട്ടുന്ന ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു പോസ്റ്റിന്റെ കമ്പണന്റ് ആക്കിയിട്ട് മാറ്റി. അപ്പൊ അതിനാകെ ചെയ്ത് ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം പോസ്റ്റിന് വേണ്ടി ഒരു കമ്പണന്റ് ഉണ്ടാക്കി, അതിനകത്ത് ടൈറ്റിലും ബോഡി ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ആപ്പ് ലോഡ് ആകുമ്പോൾ ഒരു ഫംഗ്ഷൻ വർക്ക് ആവാനായിട്ട് യൂസ് എഫക്റ്റ് കൊടുത്ത് അതിനകത്ത് ലോഡ് പോസ്റ്റ് കൊടുത്തു. ലോഡ് പോസ്റ്റിൽ നമ്മൾ എന്താ ചെയ്തത്, ആദ്യം APIനെ കോൾ ചെയ്തു. ഇവിടെ കിട്ടുന്ന റെസ്പോൺസ് നമ്മൾ JSON ആക്കിയിട്ട് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളെ ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റിനെ പോലെ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ JSON എന്ന് വിളിക്കാം. ആ രൂപത്തിൽ കിട്ടാൻ .json എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതൊരു സ്റ്റേറ്റ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ ഡാറ്റ ഇതിനകത്ത് ശരിക്കും എന്താ ഉള്ളതെന്ന് വെച്ചാൽ, എല്ലാ പോസ്റ്റുകളും ഒരു അറേ ആയിട്ടാണ്. നമ്മളിവിടെ റെസ്പോൺസ് നോക്കി കഴിഞ്ഞപ്പോൾ അത് തന്നെയാണ്, ഒരു അറേ അല്ല, കണ്ടോ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ അറേയിലുള്ള ഓരോ എലിമെന്റിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പോസ്റ്റിന്റെ കമ്പണന്റ് ഉണ്ടാക്കി മാറ്റി. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഡാറ്റ ലോഡ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ലോഡിങ്ങിന്റെ ഒരു വേരിയബിളും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. കോൺസ്റ്റ് ലോഡിങ്, സെറ്റ് ലോഡിങ്. ഇവിടെ എന്ത് ചെയ്യാം, യൂസ് സ്റ്റേറ്റ് കൊടുത്തിട്ട് അതിൽ ഡീഫോൾട്ട് ആയിട്ട് ട്രൂ കൊടുക്കുക, ലോഡ് ചെയ്യും. ഓക്കെ, ഡീഫോൾട്ട് ആയിട്ട് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ പേജ് തുറക്കുമ്പോൾ തന്നെ ലോഡിംഗ് ആണ് കാണിക്കുക. ഓക്കെ, നിങ്ങളുടെ ലോഡിങ് കഴിഞ്ഞതിന് ശേഷം ഇതെന്ത് ചെയ്താൽ മതി, സെറ്റ് ലോഡിങ് ഫോൾസ് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇത് റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, ലോഡിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് റിട്ടേൺ തൽക്കാലത്തേക്ക് ലോഡിങ്ങിന് മാത്രം, നമുക്കാണെങ്കിൽ എന്തെങ്കിലും കമ്പണന്റ് ഒക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ നെറ്റ്വർക്ക് ടാബിൽ പോയിട്ട് ഇവിടെ ത്രോട്ട്ലിങ്ങിൽ 3G കൊടുത്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ ലോഡിങ് കാണിക്കുന്നുണ്ട്, കണ്ടോ ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എറർ, ആ കീ പ്രോപ്പർട്ടീൻ്റെ എറർ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ശരിയാക്കാം. എങ്ങനെ വെച്ചാലേ, പോസ്റ്റിൽ എന്ത് ചെയ്യാം, ഒരു കീ എന്നുള്ള പ്രോപ്പർട്ടി കൂടെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതെന്ത് ചെയ്യാം, നമ്മളെ പോസ്റ്റിൻ്റെ .id കൊടുത്തു കഴിഞ്ഞാൽ ഈ എറർ പോയി കിട്ടും. ഓക്കെ, പിന്നെ ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ
കണ്ടോ ലോഡിങ് കാണിച്ച് നമ്മൾ ആ പോസ്റ്റ് എല്ലാം ഒരു കമ്പണൻ്റ് ആയി കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ പേജിനകത്ത് കാണിക്കും. ഈ പോസ്റ്റ് നോക്കണമെങ്കിൽ CSSന്റെ സ്റ്റൈലൊക്കെ കൊടുത്ത് ആക്ച്വലി പോസ്റ്റ് ആക്കിയിട്ട് തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ബേസിക്കലി ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ ഇങ്ങനെയാണ് ഫ്രണ്ട് എൻഡിലേക്ക് ലോഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്ന് നമ്മളെ ഈ ഒരു സിങ്ക്രണസ് ഫംഗ്ഷൻ്റെ കൺസെപ്റ്റാണ്. ഓക്കെ, രണ്ടാമത്തെ ഇതിൽ JSON ആയിട്ട് ലോഡ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഇവിടെ പോസ്റ്റ് എന്നുള്ള കമ്പണൻ്റ് ഉണ്ടാക്കി കൊടുത്തു. അത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. യൂഷ്വലി നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് സ്വന്തമായിട്ടും ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ വേണമെങ്കിൽ സ്റ്റൈലിംഗ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് Tailwind CS ഉപയോഗിക്കാം. Tailwind CS നെ പറ്റി അറിയില്ലെങ്കിൽ അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ.